നമസ്കാരം സുഹൃത്തുക്കളെ, ഈ ഫോട്ടോ കണ്ടല്ലോ. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഒരു കേസിൽ ഉൾപ്പെട്ടു എന്ന് കരുതുക. ഒരു ബലാത്സംഗ കേസ്, അല്ലെങ്കിൽ ഒരു കൊലപാതക കേസ്, അല്ലെങ്കിൽ ഒരു മോഷണമോ പിടിച്ചുപറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഇയാൾ ഏർപ്പെട്ടു എന്ന് കരുതുക. നമ്മുടെ ഇവിടുത്തെ മാപ്രകൾ എങ്ങനെയായിരിക്കും അത് വാർത്ത കൊടുക്കുക? അയാളുടെ രൂപവും അയാളുടെ നെറ്റിയിലെ കുറിയും അയാളുടെ കാഷായ വേഷവും മുടിയും ഒക്കെ കാണുമ്പോൾ തന്നെ അയാൾ ഒരു ഹൈന്ദവ സന്യാസിയാണ് എന്ന് അവർ ആദ്യം തന്നെ വിലയിരുത്തും, അല്ലെങ്കിൽ അങ്ങനെ അവർ ഉറപ്പിക്കും. അതിനുശേഷം ഇദ്ദേഹം ബലാത്സംഗ കേസിലാണ് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഹൈന്ദവ സന്യാസി അറസ്റ്റിൽ എന്ന തരത്തിലായിരിക്കും അവർ നമ്മുടെ മുന്നിലേക്ക് വാർത്ത എത്തിക്കുന്നത്. അടുത്ത നിമിഷം മുതൽ അയാൾ സംഘിയാക്കപ്പെടുകയാണ്, പിന്നീട് അയാൾ ഹിന്ദു ആക്കപ്പെടുകയാണ്. അപ്പോൾ ഈ വാർത്ത വലിയ കാട്ടുതീ പോലെ പടർന്ന് അറിയാനുള്ളവരെല്ലാം അറിയും. അതിനുശേഷമായിരിക്കും അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തേക്ക് വരിക. എന്താണ് യാഥാർത്ഥ്യം? ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന വ്യക്തി ഇനി ഞാൻ പറയുമ്പോഴായിരിക്കും അയാൾ ഇതാണോ അയാൾ എന്ന് നിങ്ങൾ പോലും ചിന്തിക്കുക. അയാളുടെ പേര് വർക്കല രാജ് എന്നാണ്. അയാളുടെ രാഷ്ട്രീയം എന്നത് മഹാനായ അബ്ദുൽ നാസർ മദനി ഉണ്ടല്ലോ, ജയിലിലൊക്കെ കിടക്കുന്ന മഹാനാണ് കേട്ടോ. ഇപ്പോൾ ജാമ്യത്തിലൊക്കെ ഇറങ്ങി പുറത്ത് നടക്കുന്നതാണ്. തീരെ വയ്യ. PDP എന്ന പാർട്ടി ഉണ്ടല്ലോ, ആ PDP എന്ന പാർട്ടിയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് വർക്കല രാജ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തെപ്പറ്റി വലിയ അഭിപ്രായമാണ്. ഈ വർക്കല രാജിനെ പറ്റി. പീഡനമടക്കം, ബാലപീഡനമടക്കം ഉള്ള സംഗതികൾ അദ്ദേഹത്തിൻ്റെ മേൽ അവരാരോപിക്കുന്നു. അല്ലാത്ത സകല ഉടായ്പ പരിപാടിയുണ്ട്. നാട്ടുകാർ പലതവണ പിടിച്ച് തല്ലിയതാണെന്ന് പറയുന്നു. അങ്ങനെ തല്ലുകിട്ടി മടുത്തപ്പോഴാണത്രേ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് അയാൾ PDP എന്ന പാർട്ടിയിലേക്ക് പോയത്. അങ്ങനെ ഇപ്പോൾ മദനിയുടെ വലം കയ്യോ ഇടം കയ്യോ മറ്റോ ആയിട്ട് നിൽക്കുകയാണ് അയാൾ. അത്തരം ചിത്രങ്ങളും ഉണ്ട്. ആ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നിരന്തരം അയാളുടെ ഇത് ആദ്യം കണ്ടപ്പോഴും എനിക്ക് ഈ PDPയിൽ ഇങ്ങനെ ഒരാളുണ്ടോ എന്നൊരു സംശയം തോന്നിയിട്ട് ഞാൻ ഇയാളുടെ ഫേസ്ബുക്ക് പേജ് തപ്പിപ്പിടിച്ച് നോക്കി. ശരിയാണ് കേട്ടോ, അതിനകത്ത് രാഷ്ട്രീയമൊക്കെ ഉണ്ട്, PDPയുടെ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ കുറേ കാലം, ഇപ്പോഴും അങ്ങനെ തന്നെയെന്ന് തോന്നുന്നു. അപ്പോൾ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ടുള്ള അയാളുടെ പോസ്റ്റുകളും മറ്റുമൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒട്ടും സംഘപരിവാർ അനുകൂലിയല്ല, സംഘപരിവാർ വിരുദ്ധൻ തന്നെയാണ്. അതായത് BJP സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തോട് എതിർ നിൽക്കുന്ന ഹൈന്ദവ വിരുദ്ധൻ എന്ന് വേണമെങ്കിൽ പോലും പറയാവുന്ന ഒരു വ്യക്തിയാണ് ഈ വർക്കല രാജ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അയാൾ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽപ്പെട്ടാൽ ആ പഴിയെല്ലാം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സംഘപരിവാറിൻ്റെ മണ്ടയ്ക്ക് ചാർത്തപ്പെടും, ഹൈന്ദവൻ്റെ മണ്ടയ്ക്ക് ചാർത്തപ്പെടും. കാരണം അദ്ദേഹത്തിൻ്റെ വേഷം കുറുതൊട്ടിട്ടുണ്ട്, കാഷായ വേഷമാണ്, മുടിയും നീട്ടി വളർത്തിയിട്ടുണ്ട്, ഒരു സന്യാസി ലുക്ക്. അപ്പോൾ ഇതുപോലുള്ള ഒരാളൊന്നുമല്ല, ഒരുപാട് ആളുകളുണ്ട്. സ്വാമി അഗ്നിവേശം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന മുതലുകളുണ്ട്, വേറെയും 1-2 മുതലുകളുണ്ട്. ഇവിടെ തന്നെ സ്വയം തീപിടിപ്പാനന്ദ എന്നൊക്കെ കളിയാക്കി വിളിക്കുന്ന ഷിബുസ്വാമി, അഥവാ പേര് ഞാൻ മറന്നുപോയി, ഫോട്ടോ കാണിക്കാം. ഈ മുതലൊക്കെ ശരിക്കും സംഘപരിവാർ വിരുദ്ധ ശ്രേണിയിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഇവറ്റുകളൊക്കെ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് അയാൾ ഒരു സംഖ്യയാണെന്ന തരത്തിലായിരിക്കും വാർത്ത കൊടുക്കുന്നത്. ആ വാർത്ത എല്ലാവരും അറിയും. എല്ലാവരും പറഞ്ഞ് അത് വലിയ രീതിയിൽ കാട്ടുതീ പോലെ പടർന്നതിന് ശേഷം പിന്നെ പുറകെ അതിൻ്റെ സത്യം വരും. പക്ഷേ അതെല്ലാവരും അറിയണമെന്നില്ല. അതിനകം തന്നെ ഈ പഴിയെല്ലാം സംഘപരിവാറിൻ്റെ മണ്ടയ്ക്ക് എത്തിയിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മാനസിക പ്രശ്നമുള്ളൊരു മിഥുൻ എന്ന് പേരുള്ള ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രിയെ വെള്ളിയാഴ്ച ദിവസം വധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഞാനും കണ്ടത്, ആ വീഡിയോ ഞാൻ കണ്ടതാണ്. അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത വീഡിയോ ആയിരുന്നു. ഞാൻ ആ വിഷയം ഇതുവരെയും പറഞ്ഞില്ല. എന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്കറിയാം, ഞാൻ ആ വിഷയമേ എടുത്തിട്ടില്ല. കാരണം ഒരു ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ആൾ നോർമലല്ല. നോർമൽ ആയിട്ടുള്ള ആരും പറയില്ല. ഇനി കേരളത്തിലുള്ള ഈ ജിഹാദികൾ പോലും ഇത് പറയാൻ ധൈര്യപ്പെടുത്തില്ല. കാര്യം അകത്താവുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നോക്കേ, ഞാൻ ആ വിഷയം എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈയുടെ പേര് മിഥുൻ എന്നാണ്, അതിൽ സംഖ്യയാണ് എന്ന തരത്തിൽ സുഡാപ്പികളൊക്കെ പറയാൻ തുടങ്ങി. ആദ്യം അവർ ഞെട്ടിയിരിക്കുകയാണ്. ഇവൻ്റെ വേഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ സുഡാപ്പിയാണ് എന്ന തരത്തിൽ ചില കമൻറ്റുകളും പോസ്റ്റും വരുന്നപ്പോൾ സുഡാപ്പികൾ വിചാരിച്ചു ഇത് നമ്മുടെ മണ്ടയ്ക്ക് ഇരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ സംഖ്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മിഥുൻ എന്നായിരുന്നു അയാളുടെ പേര്. ആ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കുമ്പോഴാണ് മിനിറ്റുകൾ ഇടപെട്ട് ആൾ പോസ്റ്റ് ഇട്ട് തള്ളിക്കൊണ്ടിരിക്കുക. 2-3 കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഷോക്ക് അടിപ്പിച്ചാൽ പോലും മാറാത്ത കേസാണ്. അപ്പോൾ ചില സംഗതികൾ വിവാദമായി കഴിയുമ്പോൾ അതുവരെ മാനസികമായിട്ട് പ്രശ്നമില്ലാത്ത ആളുകളെ ഈ വെളുപ്പിക്കലിൻ്റെ ഭാഗമായിട്ട്, പുട്ടിയടിക്കലിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് മാനസിക രോഗിയാക്കി വരുത്തി തീർക്കും. അത് സാധാരണഗതിയിൽ സുഡാപ്പികളുടെ കേസിലാണ് നമ്മളത് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് അങ്ങനെ യാതൊരു റെക്കോർഡും ഇല്ലാത്ത ഒരാളായിരിക്കും. അങ്ങനെ ഈ രോഗമുണ്ടായിരുന്നു എന്നതിൻ്റെ ചികിത്സയുടെയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ ഒന്നും ഇല്ലാത്ത വ്യക്തിയായിരിക്കും. പക്ഷേ പ്രധാനമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെയൊക്കെ വധഭീഷണിയോ അല്ലെങ്കിൽ അതുപോലുള്ള പോസ്റ്റും മറ്റും വന്നു കഴിയുമ്പോൾ അയ്യോ അയാൾ മാനസിക രോഗിയാണ് എന്ന തരത്തിൽ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില ഉടായ്പകൾ കാണിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഈ മിഥുൻ്റെ കാര്യത്തിൽ അദ്ദേഹം ജീവിക്കുന്ന വാർഡിലെ കൗൺസിലർ സിക്കന്ദർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മുസ്ലിമാണ്. അദ്ദേഹം തന്നെ ഒരു അറിയിപ്പായിട്ട് പിന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനും അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലും SDP അടക്കമുള്ള സംഘടനകൾ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും പ്രധാനമന്ത്രിയെ ഇയാൾ കൊല്ലുമെന്ന് പറഞ്ഞാൽ എന്തിനാണ് SDP കേസ് കൊടുക്കുന്നത്? കാര്യം SDP കേസ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ BJPയും യുവമോർച്ച അങ്ങനെ പലരും കേസ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ആ കേസ് അവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് ആദ്യം തന്നെ അറിയാം ഇയാൾ മാനസിക രോഗിയാണ്. കാരണം കുറേ കാലമായിട്ട് അയാൾ കുതിരവട്ടം, കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിരിക്കുന്ന വ്യക്തിയാണ്. കുറച്ച് കാലമേ ആയിട്ടുള്ളൂ അയാൾ പുറത്തിറങ്ങിയിട്ട്. പിന്നെയും മൂർച്ഛിച്ചു. ഇതുപോലുള്ളവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ നിയമത്തിൽ വകുപ്പുകളൊന്നുമില്ല. ആകെ പറ്റുന്നത് ഇയാളെ പിടിച്ചു വീണ്ടും കൊണ്ട് ആശുപത്രി കൊണ്ടാക്കുക എന്നാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്, അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഈ സിക്കന്ദർ എന്ന് പറഞ്ഞ ആളുടെ പേരിൽ തന്നെയാണ് പോലീസിൻ്റെ രേഖയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അയാൾ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചില ചുടാപ്പികൾ പറയുമ്പോൾ അയാൾ പ്രശ്നത്തിലായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അയാളെ പെട്ടെന്ന് മാനസിക രോഗിയാക്കിയാണ്. അങ്ങനെയല്ല, അയാൾ കുറേ കാലമായിട്ട് അത് തന്നെയാണ്. അത് പറയുന്ന ഏതെങ്കിലും സംഖ്യയല്ല, മുസ്ലിം ലീഗിൻ്റെ നേതാവാണെന്ന് തോന്നുന്നു ഈ സിക്കന്ദർ എന്ന് പറഞ്ഞ വ്യക്തി. ആ വ്യക്തി തന്നെയാണ് പറയുന്നത്, അയാളുടെ കൗൺസിലർ തന്നെയാണ് പറയുന്നത് അയാൾ നേരത്തെ മാനസിക രോഗിയായിരുന്നു, ഇതാ വീണ്ടും അവിടെ കൊണ്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ചില പേര് കാണുമ്പോൾ, ചിലരുടെയൊക്കെ വേഷം കാണുമ്പോൾ അവർ സംഖ്യയാണ്, സുഡാപ്പിയാണ് എന്നൊക്കെ ആദ്യ കാഴ്ചയിൽ തെറ്റിദ്ധരിക്കും. അതായിരിക്കണമെന്നില്ല യാഥാർത്ഥ്യം. ഇപ്പം ഞാൻ കാണിച്ച വർക്കല രാജൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കാണുന്ന ഏതൊരു വ്യക്തിയും കരുതുക അയാളൊരു സംഖ്യയാണ് അല്ലെങ്കിൽ ഹൈന്ദവ സന്യാസിയാണ് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? അയാൾ PDPയുടെ നേതാവാണ്. അബ്ദുൽ നാസർ മദനിയുടെ വലം കൈയോ ഇടം കൈയോ ഒക്കെയാണ്. സത്യം എവിടെ കിടക്കുന്നു, നമ്മുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരെ കാണുമ്പോഴുള്ള നമ്മുടെ വിലയിരുത്തൽ എവിടെ കിടക്കുന്നു എന്ന് ഇതിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും.